ഫെസ്റ്റിവൽ നാടക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നൗറ ബുക്സ് പ്രസിദ്ധീകരിച്ച സീത സി കെയുടെ ആത്മനൊമ്പരങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ADGP S. ശ്രീജിത്ത് സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ഈ പ്രായത്തിൽ ഈ അമ്മയുടെ കവിതകൾ പ്രകാശനം ചെയ്യാനായിട്ട് ഇത്രയും ആർജവത്തോടെ മുമ്പോട്ട് വന്ന ആ മകളുടെ ഒരു നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ മാത്രം വഴങ്ങിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത്. എനിക്ക് ഒരു തരത്തിൽ ഇവിടം വരെ എത്താൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടി ഞാൻ വന്നേ പറ്റൂ. എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് മനസ്സിലായി. ഞാനൊരു കവിയല്ല, എനിക്ക് കവിതയൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്നെ ആഴത്തിൽ സ്പർശിച്ച രണ്ട് കവിതകൾ അതിനകത്തുണ്ട്, വളരെ വളരെ ആഴത്തിൽ. ഒന്ന് ശാരികയുടെ ഉണരലും, രണ്ടാമത്തത് അഹല്യയുടെ ദുഃഖമാണ്. ബാക്കി തീർച്ചയായിട്ടും ബാഷ്പാഞ്ജലി എന്ന് പറഞ്ഞ കവിത ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന, ഒരുപാട് ഓർമ്മകളും ഒക്കെ, മൺമറഞ്ഞു പോയൊരു അനിയൻ്റെ വേർപാടിലുള്ള ദുഃഖവും, പിന്നെ ഗ്രാമത്തെക്കുറിച്ചുള്ള, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇവർ നല്ല കാലത്ത് എഴുത്തു തുടങ്ങിയിരുന്നെങ്കിൽ ഒരു നല്ല സുഗതകുമാരിയാണ് നമുക്ക് ഉണ്ടാവേണ്ടിയിരുന്നത്. അവർ നഷ്ടമൊന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും നല്ല കാലം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മയെ കണ്ടിട്ട്, അമ്മയുടെ പ്രസരിപ്പ് കണ്ടിട്ട് അപ്പോൾ ഇനിയും ദീർഘകാലം എഴുതാൻ പറ്റുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അഹല്യയുടെ ദുഃഖത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഞാൻ ജെൻഡർ സെൻസിറ്റൈസേഷൻ്റെ നോഡൽ ഓഫീസറായിട്ട് 10 കൊല്ലത്തോളം പോലീസിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം വളരെ സീനിയറായി പോയതുകൊണ്ട് അതിൻ്റെ മേൽ കമ്മിറ്റിയുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 2016 നമ്മൾ എഴുതി കൊടുത്ത ഒരു കാര്യമുണ്ട്. 2016 നമ്മളിനി സ്ത്രീകളെ ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സ്ത്രീകൾക്ക് ഓർമ്മയാവുന്ന കാലം തൊട്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് നന്മയും തിന്മയും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ ഒരു പുരുഷൻ്റെ മുൻപിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറാൻ പാടില്ല, എങ്ങനെ ചിരിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം. അഹല്യയുടെ ദുഃഖം അവതരിപ്പിച്ചിരിക്കുന്ന വാക്കുകൾ, അതിനകത്ത് വളരെയധികം വേദന തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എൻ്റേതല്ലാത്ത തെറ്റിന് ഞാൻ എന്തിനും ശിക്ഷിക്കപ്പെടണമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സമൂഹത്തിന് മുമ്പിൽ മുഴുവൻ ഉയർന്നു നിൽക്കുന്നൊരു ചോദ്യമാണ്. അതിനേക്കാളുപരി ഈ അമ്മയുടെ ജീവിതത്തിൽ അമ്മയുടെ വിവാഹം, വർണ്ണമാല്യം, കരാളഹസ്തങ്ങളിൽ ഏർപ്പെടുത്തി എന്നൊരു വാക്ക് ഞാൻ അവിടെ കണ്ടു. അതിലും ആഴത്തിൽ എന്നെ സ്പർശിക്കേണ്ടേ. അപ്പം ഇത് മൂന്നുമാണ്, ഈ 3 കവിതകളാണ് എൻ്റെ മനസ്സിൽ. അതായത് എനിക്ക് തരുന്ന എല്ലാ വർണ്ണമാല്യവും എൻ്റെ ചെങ്ങലയാണെന്നുള്ള തിരിച്ചറിവ്. വർണ്ണമാല്യം എന്ന് പറയുന്നത് ഒരാൾക്ക് ചെങ്ങലയും ഒരാൾക്ക് സ്വാതന്ത്ര്യവുമാണ് കൊടുക്കുന്നതെന്ന് വരികിൽ ആ സംവിധാനത്തെ പുനഃപരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്ന ഒരു കവിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അഹല്യയുടെ ദുഃഖം എന്ന് പറയുന്നത് ആര് വന്ന് എന്ത് ചെയ്താലും കുറ്റം സ്ത്രീക്കാണെന്നുള്ളത് വിളിച്ചോതുന്ന ഒരു സന്ദേശമാണ് ആ കവിതയിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വലിയ ഒരു ജെൻഡർ ആക്ടിവിസ്റ്റിനെ ഇനിയെങ്കിലും ഉണർത്തിയെടുക്കേണ്ട സമയമായി. ആ മകള് ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അമ്മ എന്തായാലും എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ആഴത്തിൽ തറയ്ക്കുന്ന വാക്കുകളുണ്ട്. പിന്നെ ഒരു അനുവാദം കൂടെ എനിക്ക് അമ്മയുടെ നിന്ന് വേണം. അമ്മയുടെ ആ കണ്ണൻ്റെ പാട്ട് ഞാൻ പാടാനായിട്ട് ഞാൻ കടം ചോദിക്കുകയാണ്. അമ്മ അനുവാദം തന്നാൽ അത് സംഗീതം ചെയ്ത്, കണ്ണനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നതൊക്കെ വളരെ ഹൃദയാവർജകമാണ്. വളരെ വളരെ രസകരമായിട്ട് നമുക്ക് കണ്ണനോട് നിരന്തര ഭക്തി തോന്നുന്ന രീതിയിലുള്ള വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ എഴുതിയ കവിത ഞാൻ ജസ്റ്റ് ഓടിച്ച് നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് അത് ചിട്ടപ്പെടുത്താനും ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു, അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് നേരത്തെ എനിക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സിന്ധു എനിക്ക് നേരത്തെ അയച്ചു തന്നിരുന്നു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ സിന്ധുമ്മയുടെ അയച്ചു തന്നിട്ടും എനിക്കത് നോക്കാനുള്ള സമയം എനിക്ക് ഇന്നലെ രാത്രിക്ക് ശേഷമേ പറ്റിയുള്ളൂ. അപ്പോൾ അത് ചിട്ടപ്പെടുത്താനോ സംഗീതം നൽകാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. പക്ഷേ കവിയുടെ അനുവാദമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഏതെങ്കിലും വേദിയിൽ അത് തീർച്ചയായിട്ടും പാടുന്നതായിരിക്കും. അതിനുള്ള കോപ്പിറൈറ്റ്സ് എനിക്ക് തന്നാൽ തീർച്ചയായിട്ടും ഞാനത് അവതരിപ്പിക്കുന്ന സന്തോഷം. അനുവാദം ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. ചടങ്ങ് ഡോക്ടർ ശശികുമാർ പുറമേരി ഉദ്ഘാടനം ചെയ്തു. സോമൻ കടലൂരിൻ്റെ ഒരു കവിതയുണ്ട്. ഞാൻ മരിച്ചാൽ 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞുകൊണ്ട് നീ എത്തും. അതിലെ ഒരു പൂവ് മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. നമ്മളൊക്കെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ, നേരത്തെ റസാഖ് സൂചിപ്പിച്ചതുപോലെ
16 അടിയന്തരം കഴിക്കാനും 41 കഴിക്കാനും തിരുനെല്ലി കൊണ്ടുപോകാനും അങ്ങനെ മരണശേഷം ഒരാഘോഷമാക്കി മാറ്റാൻ മക്കൾ മത്സരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ സ്വന്തം മാതാവിനെ സ്നേഹത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നോട്ടം, അതാണ് 1000 പൂക്കളുള്ള റീത്തല്ല, അതിലെ ഒരു പൂവ് മതിയായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. ആ ഒരു പൂവാണ് ഇവിടെ സിന്ധു തൻ്റെ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. റസാഖ് കല്ലേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുഗണേഷ് കുറ്റിയിൽ അധ്യക്ഷത വഹിച്ചു. മണലിൽ മോഹനൻ സീതയെ ഷാൾ അണിയിച്ച് ആദരിച്ചു. ഡോക്ടർ എം മുരളീധരൻ പുസ്തകം പരിചയപ്പെടുത്തി. പുറന്തോടത്ത് ഗംഗാധരൻ, സിന്ധു രാമചന്ദ്രൻ, ഹിമ രാമചന്ദ്രൻ, വി എം അഷറഫ് മാസ്റ്റർ, പ്രേമൻ മേലടി, പ്രേംകുമാർ വടകര, നയീമ മജീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മീനമാസ സൂര്യനങ്ങു എരിഞ്ഞടങ്ങി പോകവേ, കൊന്ന പൂത്തു മഞ്ഞളാടി കിങ്ങിണികൾ ചാർത്തവേ, മേടമാസ പുലരി വന്നു കണിയൊരുക്കി വിടരവേ, മേടമാസ പുലരി വന്നു കണിയൊരുക്കി വിടരവേ, ഏകയാമി മൺകുടിലിൽ മോഹവീണ പോലവേ, ഞാൻ സീത, ഞാൻ സീത, ഞാൻ സീത.